തിരക്കൊന്നുമില്ലാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ഒരു കടലക്കപ്പോള ഉണ്ടാക്കണം. പക്ഷേങ്കിൽ എൻ്റെ കടലക്കപ്പോള കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് തിരക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അത് കാണാനുണ്ട് അടി കയറ്റിട്ടുള്ളത്. പക്ഷെ നിങ്ങളെന്താക്കിയാൽ മതി, ഒന്ന് ലോ ഫ്ലെയിമിലിട്ടാൽ മതി. നമുക്ക് ഒരു 50 ഗ്രാം കടലക്കപ്പരിപ്പ് ഒന്ന് കുതിർക്കാൻ വെക്കാം. കുതിർന്നതിന് ശേഷം അതൊന്ന് ജസ്റ്റ് വേപ്പിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും. ദെൻ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 1 2 3 4 ഒരു 5 മുട്ട, 5 മുട്ടയും കുറച്ച് പഞ്ചസാരയും, 5 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ വാനില എസൻസ് അല്ലെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദെൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടലക്കപ്പരിപ്പ് നമുക്ക് എന്താക്കണം, ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് നമുക്കൊരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ദെൻ നമ്മൾ എന്താക്കാം, നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ അകത്തേക്ക് നമ്മൾ കടലക്കപ്പരിപ്പിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. പിന്നെ ഒന്നുമില്ല കേട്ടോ, നോർമലി ഏതെങ്കിലും ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക. ദെൻ നമ്മൾ മിക്സ് പറന്ന് കൊടുക്കുക. ഡെക്കറേഷൻ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നട്ട്സെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കൂടി ചെയ്താൽ നമ്മളെ കടലക്കപ്പോള റെഡി ആയിട്ടുണ്ട്. 5 മുട്ടൻ്റെ കടലക്കപ്പോള ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടും.